അപ്പം കാലത്ത് തുടങ്ങിയതാണ് മഴ. ഒരു രക്ഷയില്ലടാ. ഇപ്പം തന്നെ തെങ്ങും തൊടിയൊക്കെ മൂടി, ചെറിയ ചെറിയ വഴികളൊക്കെ വെള്ളമായി. ഇതുണ്ടാവും, പാടൊക്കെ കവിഞ്ഞൊഴുകി, ചിറയൊക്കെ പൊട്ടി. ഇപ്പോൾ കവുങ്ങും തൊടിയും തെങ്ങും തൊടിയൊക്കെയാണ്. ഇതൊന്നും ഒരിക്കലും അറിയാത്തതാണ്, പക്ഷെ നടന്നു പോയി. എന്താ ആകെ വെള്ളം, ആ റോഡൊക്കെ ആകെ വെള്ളമായി, ആകെ പണിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കപ്പ കൃഷിക്കാർക്കാണ് ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളത്. ഇപ്പോൾ കപ്പ നിങ്ങൾ കണ്ടു, കപ്പയൊക്കെ വെട്ടി ലെവലാക്കി വെച്ചതാണ്, പറിക്കാനുള്ളൂ. ഇനി എന്ത് ചെയ്യാൻ, വെള്ളത്തിൻ്റെ അടിയിലായി. നമ്മളെ പാവോട്ടൻ്റെ തെങ്ങും തൊടിയത്തെ ഫുള്ള് തേങ്ങ ഒരുക്കൂടിയിട്ടുണ്ട്. എന്താ ചെയ്യുക, ഭയങ്കര മഴ. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ സൈഡിൽ ചെറിയൊരു ചോലയാണ്, എന്ത് പറയാൻ, ചിറ പൊട്ടി കവിഞ്ഞങ്ങ് ഒഴുകുക. യാതൊരു രക്ഷയില്ല. താഴത്തോട്ട് പോയി നോക്കാൻ നമുക്ക്. മരത്തിലൊക്കെ വെള്ളം അടിച്ചിട്ട് എന്തൊരു സ്പീഡിൽ, കാണുന്ന പോലെയല്ല, ഇതൊരു വെള്ളച്ചാട്ടം കേട്ടോ. പക്ഷേ വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല, അത്രയും താഴ്ചയുണ്ട്. പക്ഷേ വെള്ളം ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആഴം തിരിച്ചറിയില്ല എന്നൊക്കെ. നല്ല വെള്ളമുണ്ട്. താഴത്ത് കാണുന്ന ഇതൊക്കെ കപ്പ കൃഷിയാണ്. കപ്പയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി. വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ മൂടിപ്പോകും, മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള അവസ്ഥ ഇപ്പോൾ. പിന്നെ ഈ മഴ ഇനി മുന്നോട്ട് ഇതുപോലെ തന്നെ, താഴേക്ക് ഒരുപാട് വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട്. മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ബൈ, പിന്നെ കാണാം.